ഒരു നല്ല പ്രഭാതം കൂടി തന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോ വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രഭാതം കാണാൻ ഇടയായത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആ കൃപയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഓരോ പ്രഭാതത്തിലും പുതുപുത്തൻ സ്നേഹം പകർന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ആ സ്നേഹത്തിലേക്ക് ക്രിസ്തു മാടി വിളിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, പരസ്പരം സ്നേഹിക്കുക. ഇന്ന് നമുക്ക് കണ്ടുമുട്ടുന്നവരെ ഒരു പുഞ്ചിരിയോടുകൂടി ആ സ്നേഹം പകർന്നു കൊടുക്കാൻ, ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനോ, ഒന്ന് ക്ഷമ ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കാൻ, ഒരു പുഞ്ചിരിയെങ്കിലും അവർക്ക് പകർന്നു കൊടുക്കാൻ സ്നേഹത്തിൻ്റെ പാഠം പഠിപ്പിച്ച ക്രിസ്തു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലുമൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കാരണം സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ വഴി നടത്തുന്നുണ്ട്. അവൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്കാരെയും വെറുക്കാനാവില്ല. എന്തൊക്കെ ക്ലേശങ്ങളുണ്ടായാലും അതിനെയൊക്കെ മറികടന്ന് സ്നേഹത്തിൻ്റെ ആ ചുവടുകളിലൂടെ മുന്നേറാൻ നമുക്ക് സാധിക്കണം. ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് തലകുനിക്കാം. സ്വന്തം ജീവൻ പോലും ഹോമിച്ച ദൈവം, തൻ്റെ ശരീരവും രക്തവും പകർന്നു തന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദൈവം, ആ സ്നേഹത്തിൻ്റെ ഒരു അംശമെങ്കിലും ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പുതുപുത്തൻ തീരുമാനങ്ങളോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ക്ഷമിക്കാൻ ഒരുപാട് പ്രയാസമുള്ള ഒത്തിരി വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികളായിരിക്കാം. ഏതെങ്കിലും തിക്താനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോൾ ഇനി എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ എഴുതി വെച്ച ആ ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് തിരുത്താൻ എനിക്ക് ക്ഷമിക്കാൻ പറ്റും. കാരണം ക്ഷമാശീലനായ ക്രിസ്തു എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്നെ ആ ഒരു ക്ഷമയുടെ ചിന്തയിലേക്ക് എന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കും ക്ഷമിക്കാൻ പറ്റും, എൻ്റെ സഹോദരനും ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കാൻ പ്രയാസമുള്ള, ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ മുറിപ്പെടുത്തിയിട്ടുള്ള ജീവിതങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, നമുക്കറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ക്ഷമയിലൂടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.